നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. അനിൽ ആന്റണി നിതിനൊപ്പം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനിൽ ആന്റണി പത്തനംതിട്ട മത്സരിക്കാൻ പോകുന്നു. എങ്ങനെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിത്വത്തോട് പ്രതികരിക്കുന്നത്? നിതിൻ. ഉന്മേഷ്, അനിൽ ആന്റണി ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേട്ടതിന് ശേഷം എന്തായാലും നേതാക്കളുടെ എല്ലാം തന്നെ ഇപ്പോൾ ഫോൺ കോളുകൾ അനിൽ ആന്റണിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയത്തിന് തന്നെ അനിൽ ആന്റണി ഇപ്പോൾ 24 ചേരും. എന്തായാലും ഈ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് അനിൽ ആന്റണി ഇപ്പോൾ അല്പസമയം തന്നെ വ്യക്തമാക്കിയത്. മാത്രമല്ല വൈകാതെ തന്നെ പ്രചരണം ആരംഭിക്കുമെന്നും അനിൽ ആന്റണി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഇപ്പോൾ 24 ചേരുകയാണ്. ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക്. എന്താണ് പ്രതീക്ഷ? അതൊന്നും പോരെ. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി 370 സീറ്റിലധികം നമുക്ക് ലഭിക്കും അഖിലേന്ത്യാ തലത്തിൽ. ഈ തെരഞ്ഞെടുപ്പിൽ NDAക്ക് 400-ലധികം സീറ്റുകൾ ലഭിക്കും. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതിൽ കേരളത്തിൽ നമുക്ക് നിരവധി സീറ്റുകൾ ലഭിക്കും. കാരണം ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത് ശ്രീ നരേന്ദ്രമോദിജിയുടെ പ്രതിനിധികളായിട്ടാണ്. നമുക്ക് അത് കാരണം ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യത പോലെ മറ്റൊരു നേതാവിനും ഇന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ ജനങ്ങളും മോദിജിയുടെ ഗുഡ്വില്ല് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടികൾ തന്നെയാണ് നമുക്ക് വിജയിക്കാൻ ഏറ്റവും വലിയ നമ്മുടെ ബോണസ്. അതോടൊപ്പം സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു ഇല്ല, ഞാൻ ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണല്ലോ. ഞാൻ ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്ത് സ്ഥാനങ്ങൾക്കോ ഒന്നുമല്ല. ഞാൻ ശ്രീ മോദിജിയുടെ വിഷന് വേണ്ടി പ്രവർത്തിക്കുക, അദ്ദേഹത്തിന് ഇന്ത്യയെ ട്രാൻസ്ഫോം ചെയ്യുക, ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുക, അടുത്ത 5 വർഷത്തിൽ ഇന്ത്യയെ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കുക. അതുപോലെ ടെക്നോളജി രംഗത്തും മറ്റ് പല രംഗത്തും അദ്ദേഹത്തിൻ്റെ വളരെ ട്രാൻസ്ഫോർമേറ്റീവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ ഭാഗമാവാനാണ് ഞാൻ BJPയിൽ എത്തിയത്. അത് കഴിഞ്ഞും ബാക്കി കാര്യങ്ങളെല്ലാം പാർട്ടി നേതൃത്വമായിരുന്നു. ന്യൂനപക്ഷ വോട്ടുകൾക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. 2019 സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചപ്പോൾ തന്നെ 3ാം സ്ഥാനത്തെത്തിയ ഒരു മണ്ഡലം. അങ്ങനെ ആ ഒരു മണ്ഡലത്തിൽ എന്താണ് വിജയപ്രതീക്ഷ? വിജയിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാര്യം ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എല്ലാ സമുദായങ്ങളും നമുക്ക് വോട്ട് ചെയ്യും ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം നമ്മൾ നിരവധി നല്ല ഭൂരിപക്ഷത്തോടെ അവിടെ വിജയിക്കും. ഇപ്പോൾ BJPയുടെ ഒപ്പം ചേർന്ന PC ജോർജ് അല്പസമയം തന്നെ വ്യക്തമാക്കിയത് ഒരു കേരളത്തിൽ പരിചയമില്ലാത്ത ഒരാളാണ് അനിൽ ആന്റണി. അതുകൊണ്ട് തന്നെ മണ്ഡലത്തെത്തുമ്പോൾ പുതുതായി പരിചയപ്പെടുത്തൊരു സാഹചര്യമുണ്ട്. ഡൽഹിയിൽ മാത്രം കണ്ടിരുന്ന ആളെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നത്. തുടക്കം തന്നെ ഒരു അതൃപ്തിയിലേക്കാണ് PC ജോർജിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ഇല്ല, ഇതൊക്കെ ഓരോ മാധ്യമ സൃഷ്ടികളാണ്. ഞാൻ ശ്രീ PC ജോർജുമായിട്ട് ഇന്ന് സംസാരിച്ചിരുന്നു. അദ്ദേഹം പാർട്ടിയിൽ ജോയിൻ ചെയ്ത ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് നല്ല ബന്ധമുള്ള വ്യക്തിയാണ്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ തന്നെ 7 പ്രാവശ്യം MLA ആയ ഒരു വ്യക്തിയാണ്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ഒരു നേതാക്കളിലൊന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയും ശ്രീ മോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ മാത്രമല്ല, പല മണ്ഡലങ്ങളിലും. അത് കാരണം പല BJP സ്ഥാനാർത്ഥികൾ വിജയിക്കുമ്പോൾ ഇതിലെല്ലാം ശ്രീ PC ജോർജിൻ്റെ കാര്യങ്ങളും ഉണ്ടായിരിക്കും, അതിലൊരു സംശയമില്ല. ആന്റണി 3 തവണ MP ആയ മണ്ഡലം, എതിരാളി LDFിൽ നിന്ന് തോമസ് ഐസക്, അങ്ങനെ ശക്തരായ എതിരാളികളാണുള്ളത്. അപ്പോൾ ഏത് നിലയിലാണ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുക? പ്രചരണ ടാക്ടിക്സ് ഒക്കെ പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ച് നമ്മൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷേ തീർച്ചയായിട്ടും നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പൊരുതും. ഈ മണ്ഡലത്തിലും പല മണ്ഡലങ്ങളിലും നമ്മൾ വിജയിക്കാൻ പോകുകയാണ് കേരളത്തിൽ. അത് ഞാൻ മാത്രമല്ല, പല സ്ഥാനാർത്ഥികളും ഇപ്രാവശ്യം ശ്രീ മോദിജിയുടെ പ്രതിനിധികളായി നമ്മൾ ലോക്സഭയിലുണ്ടായിരിക്കും. വീട്ടുകാരുമായി സംസാരിച്ചോ? ഇല്ല, സംസാരിച്ചിട്ടില്ല. എപ്പോഴാണ് ഈ പ്രചരണം ആരംഭിക്കുന്നത്? അതൊക്കെ നേതൃത്വമായിട്ട് സംസാരിക്കാൻ പോകുന്നേ. കാര്യം ഞാൻ അനൗൺസ്മെന്റ് കഴിഞ്ഞ ഉടനെ നിങ്ങളെല്ലാവരും ഇവിടെ ഉദാഹരണം വരണമെന്ന് സമയം കിട്ടിയിട്ടില്ല. കാര്യം ഇനിയിപ്പോൾ സംസാരിച്ച് തുടങ്ങണം. ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് ഗോതയിലെത്തുമ്പോൾ ഒരു ആശങ്ക. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അനിൽ ആന്റണി പ്രതികരിക്കുകയായിരുന്നു.